ഹായ് ഫ്രണ്ട്സ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ക്രൂവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ് ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. Health communication is a study and use of communication strategies to inform and influence people to make choices about their health. അതായത് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഹെൽത്തിനെ പറ്റിയിട്ട് ഡിസിഷൻസ് എടുക്കാനും അല്ലെങ്കിൽ അവർക്ക് ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. മെസ്സേജസ് ആർ സ്പ്രെഡ് ത്രൂ ഡിഫറെൻറ്റ് ചാനൽസ് സച്ച് ആസ് മാസ് മീഡിയാസ്, പ്രിന്റഡ് മെറ്റീരിയൽസ് ആൻഡ് സോഷ്യൽ മീഡിയാസ് ആൻഡ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻസ്. സോ നമുക്കറിയാം, പണ്ട് കാലത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ആൾക്കാർക്ക് ഹെൽത്തിനെ പറ്റിയിട്ട് കുറച്ചും കൂടി നോളജ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയാസിൻ്റെ യൂസ് കൂടുതലാണ്. ഇപ്പം ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് അറിയാം. കാരണം ഈ സോഷ്യൽ മീഡിയാസും മാസ് മീഡിയാസും ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഇറ്റ് ലിങ്ക്സ് ദ ഡൊമൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത്. ഈ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹെൽത്തിനെയും കമ്മ്യൂണിക്കേഷനും കൂടെ ലിങ്ക് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ഹാസ് ബിക്കം ആൻ അക്സെപ്റ്റഡ് ടൂൾ ഫോർ പ്രൊമോട്ടിംഗ് പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് ഇതിന് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പിൾസ് ആർ ഓഫൻ യൂസ്ഡ് ടുഡേ for various disease preventions and control strategies, including advocacy for health issues, marketing health plans and products, educating patients about their medical care or treatment choices, and educating consumers about the healthcare quality issues. So ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻസിന് മെഡിക്കൽ കെയറിനെ പറ്റിയിട്ടും ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടും ഒക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ്, എന്തൊക്കെ പ്ലാൻ ആണുള്ളത്, എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഉള്ളത്, അതിനെയൊക്കെ പറ്റിയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മളിപ്പോൾ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇസ് എ ഫങ്ഷൻസ് ഓഫ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെയാണ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻഫർമേഷൻ, സെക്കൻഡ് ഈസ് എഡ്യൂക്കേഷൻ, തേർഡ് ഈസ് മോട്ടിവേഷൻ, ഫോർത്ത് ഈസ് പെർസ്വേഷൻ, ഫിഫ്ത്ത് ഈസ് കൗൺസിലിംഗ്, സിക്സ്ത് ഈസ് റൈസിംഗ് മോറലെ, ആൻഡ് സെവൻത്ത് ഈസ് ഹെൽത്ത് ഡെവലപ്മെൻറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഓർഗനൈസേഷൻ. സോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പോകാം. The first one is information. The main function of health communication is to provide scientific knowledge or information to people about their health problems and how to maintain and promote health. Thus, information should be easily acceptable to the people so that we can remove or eliminate the social or psychological barriers of ignorance, prejudice and misconception people may have about their health matters. Increase the awareness of the people to the point that they are able to perceive their health needs and influence people to the extent that unfelt need become felt needs and felt need become demands. It will help in refuting the myths and misconceptions. So information എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു, അവരുടെ ഹെൽത്ത് പ്രോബ്ലം എന്തൊക്കെയാണ്, അവരുടെ ഹെൽത്ത് പ്രോബ്ലത്തിനെ പറ്റിയിട്ടും അതിനൊക്കെ നമുക്ക് എങ്ങനെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊക്കെ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഈ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ കുറേ മിത്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുഞ്ഞിലേ തൊട്ട് നമ്മൾ കേട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക്കലി നോക്കുമ്പോൾ ഈ മിത്തൊക്കെ ശരിക്കും റിയൽ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് ഈ മിത്തും അതിലൊക്കെ മിസ്കോൺസെപ്ഷനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിയാലിറ്റിയിൽ നിന്നിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള നോളജും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ. Next is education. Education play a very important role in prevention-oriented approach to health and disease problems. And this basis of all the education is communication. Health education can bring about changes in lifestyle or risk factors of diseases. It can help to increase the knowledge to reinforce desired behavior pattern. It can also increase knowledge and awareness of the health issues, problems or solution which influences perceptions, beliefs and attitude and social norms. Along with the health education, healthcare providers need to play an important role in providing opportunities for learning and analyzing health and health-related problems, setting their targets and priorities. So health education എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഓറിയൻറ്റഡ് അപ്രോച്ച് ആയിരിക്കും ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരുന്നത്. അതായത് ഒരു രോഗം വരുന്നത് എങ്ങനെ തടയാം എന്നാണ് നമ്മൾ എഡ്യൂക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലങ് ക്യാൻസർ മെയിനായിട്ട് വരുന്നത് സ്മോക്കിങ്ങിലൂടെയാണെന്നറിയാം. അപ്പം നമ്മൾ ലങ് ക്യാൻസർ എങ്ങനെ തടയാം, അതായത് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലങ് ക്യാൻസർ ഒരു പരിധി വരെ തടയാൻ പറ്റും എന്നാണ്. അതാണ് പറയുന്നത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ്, അത് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ബിഹേവിയർ പാറ്റേൺസും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാൻ നോക്കുന്നത്. അത് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ വരെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്. അതായത് നമ്മൾ ഡയറ്റൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഹൈപ്പർ ടെൻഷൻ
പ്രഷർ കൺട്രോൾ ചെയ്യാനാണ് നമുക്ക് നോക്കാൻ പറ്റും. അതാണ് എഡ്യൂക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. So next is motivation. One of the goal of the health communication is to motivate individuals so that they can apply the health information into personal behavior and lifestyle, which will bring the benefits of behavioral changes for their own health. Motivation includes the stage of interest, evaluation, decision making. For proper success of program implementation at the individual and society at large, motivation assists in passing from the stage of awareness and interest to the final stage of decision making and adoption of a new idea. So motivation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറയും. അതായത് നമ്മളിപ്പം ഒരു എഡ്യൂക്കേഷൻ കൊടുത്തു, സ്മോക്കിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലങ് ക്യാൻസർ വരാനുള്ള ചാൻസ് കുറവാന്ന് പറഞ്ഞു. സോ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം പേഴ്സണൽ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിൽ. ഇത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയും. അതായത് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. എങ്ങനെയാ, ഇപ്പം സ്മോക്കിംഗ് കൊണ്ട് ക്യാൻസർ ഉണ്ടാവും, അല്ലെങ്കിൽ സ്മോക്കിംഗ് കൊണ്ട് നമുക്ക് ഹെൽത്തിന് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് വരുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുക, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോക്കിങ്. സോ അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ മോട്ടിവേഷനിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഹെൽത്ത് ഇൻഫർമേഷൻ പേഴ്സണൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ബിഹേവിയറിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ. സോ നെക്സ്റ്റ് ഈസ് persuasion. It is a conscious attempt by one individual to change or influence one's belief, understanding, values and behavior of another individual or group of individuals in some desired way. It can change the lifestyle as it is employed deliberately to manipulate the feelings, attitude and beliefs. It is also a kind of force that reinforces knowledge, attitude and behavior. So persuasion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺഷ്യസ്ലി മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കുക. അവരുടെ ബിലീഫ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിൾ നമുക്ക് സ്മോക്കിംഗ് തന്നെ എടുക്കാം. അതായത് ഒരു സ്മോക്കറിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് സ്മോക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും, സോ ഫാമിലി മെമ്പേഴ്സിന് ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവരുടെ വാല്യൂസും ബിലീഫ്സും ഒക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ബട്ട് ചോയ്സ് എടുക്കേണ്ടത് അവരാണ്. നമ്മൾ പറയുക എന്നുള്ളതേ ഉള്ളൂ. അതായത് ഇപ്പം സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറയാം, ബട്ട് അത് നിർത്തണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് ആ ആളാണ്. അതാണ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് റൈസിംഗ് മോറലെ. റൈസിംഗ് മോറൽ ഇസ് എ കപ്പാസിറ്റി ഓഫ് ആൻ ഗ്രൂപ്പ് ടു പുൾ ടുഗദർ പെർസിസ്റ്റൻ്റ്ലി ഓർ കൺസിസ്റ്റൻ്റ്ലി. സോ റൈസിംഗ് മോറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ മുമ്പോട്ട് ഒരുമിച്ച് നീങ്ങുക ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങോട്ട് പുതിയതായിട്ട് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നു. അതായത് ഓൾറെഡി സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരാണ്. അപ്പം ഇങ്ങോട്ടൊരാൾ വരുമ്പോഴത്തേക്കും ഇയാൾക്ക് ചിലപ്പോൾ ഗിവപ്പ് ചെയ്ത് പോകാൻ തോന്നി ഇപ്പം പുതിയതായിട്ട് വന്ന ആൾക്ക്. പക്ഷെ ഇപ്പം ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള അവരുടെ കുറച്ച് ലൈഫിലെ മാറ്റങ്ങളും നല്ല നല്ല മാറ്റങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇയാളെ ചിലപ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആളും വിചാരിക്കും ഓക്കെ എനിക്കും പറ്റും എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകും. അതാണ് റൈസിംഗ് മോറൽ എന്ന് പറയുന്നത്. So next is counseling. Counseling is a process that can help people to understand better and deal with problems. Counseling develop positive attitude. It is an integral part of health communication. Counseling need an expert as a counselor to extend assistance to a needy person. Therefore, a counselor should be able to communicate information properly, to gain the trust of people, to listen sympathetically to the people who are distressed, to understand others' feeling and to respond to them in such a way that other person can feel free to express his or her feelings and to help people to reduce or resolve their problems. So counseling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോബ്ലം ആയിട്ട് ഡീൽ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തെ ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് നമ്മളത്തേക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനൊക്കെ തന്നെ കൗൺസിലിങ്ങിൽ ഒരു മെയിനായിട്ട് വേണ്ട ഒരു എക്സ്പേർട്ട് കൗൺസിലറാണ്. അതായത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നൊരു കൗൺസിലർ വേണം. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കൗൺസിലർ വേണം. അയാൾക്ക് കുറച്ച് പേഴ്സണൽ ക്വാളിറ്റീസ് വേണം, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതിനൊക്കെ ആൾക്കാരുടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതിനൊക്കെ തന്നെ കുറച്ചും കൂടി ഇപ്പോൾ ഒരാൾ അവരൊരു പ്രോബ്ലം പറയുകയാണെങ്കിൽ ഡിസ്ട്രസ്ഡ് ആയിട്ടൊരു ആളാണെങ്കിൽ അത് ലിസൺ ചെയ്യാനുള്ളൊരു കഴിവ് വേണം. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഒരു കൗൺസിലറിന് ഉണ്ടാവണം. സോ അതായത് ഒരാൾ വന്നിരിക്കുമ്പോൾ അയാൾക്ക് തോന്നണം ഓക്കെ എനിക്ക് ട്രസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊരു കൗൺസിലറിൻ്റെ അടുത്ത് തോന്നണം. എങ്കിലേ ഒരു കൗൺസിലിംഗ് സക്സസ് ആവുമെന്ന് പറയാൻ പറ്റുള്ളൂ. So next is health development. Communication can play a powerful role in health development by helping
to diffuse knowledge in respect of goals of development and preparing people for the roles expected of them. So health development എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഒരു ലോക്കൽ ഏരിയയിൽ ഒരു ഡിസീസ് സ്പ്രെഡ് ആവുന്നു. ആ ടൈമിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞത് ഒരു കമ്മ്യൂണിറ്റി ഒരു ലോക്കൽ ഏരിയ സ്പ്രെഡ് ആവുന്നു. ആ സ്ഥലത്തെ ഇപ്പം ലോക്കലി കുറച്ചും കൂടി അറിയപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ആശാ വർക്കേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവർക്കൊക്കെ അവരുടെ റോള് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം നോളജും ഇവരെയൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ ഇവരൊരു ഗ്രൂപ്പ് ഓഫ് റോള് അവർ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതാണ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ എന്തിനു ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എക്സ്പെക്റ്റഡ് റോൾ അവർ പെർഫോം ചെയ്യുന്നതുകൊണ്ട് അറിയാനായിട്ടും അതിന് വേണ്ട നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Next is organization. Communication is the life and blood of an organization. It is a mean of intra and intersectoral coordination. And there are vertical communication which can be downward or upward, that includes job administration to the beneficiaries, and horizontal or cross communication which takes place usually between the equal at any level. Health education is still art rather than science. Each country and community should develop techniques that meet its own needs. സോ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. അതായത് അവർ കോവർക്കേഴ്സ് തമ്മിലാണെങ്കിലും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം മുമ്പോട്ട് പോകില്ല. സെയിം ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വേണം നടക്കാം. അതായത് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ തന്നെ ഡൗൺവേർഡ് ഉണ്ടാവാം, അപ്വേർഡ് ഉണ്ടാവും. ഡൗൺവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് കീഴുദ്യോഗസ്ഥരോട്ട് വരുന്നതാണ്. അതിനൊക്കെ അപ്വേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും കീഴുദ്യോഗസ്ഥരിൽ നിന്ന് മുകളിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും വരുന്നത്. ഇനി ഹൊറിസോണ്ടൽ എന്ന് അല്ലെങ്കിൽ ക്രോസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സെയിം ലെവലിലുള്ളവർ തമ്മിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നേഴ്സിനെ എടുക്കുകയാണെങ്കിൽ നേഴ്സുമാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ക്രോസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, മോട്ടിവേഷൻ, പെർസ്യുവേഷൻ, കൗൺസിലിംഗ്, റൈസിംഗ് മോറൽ, ഹെൽത്ത് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻസ്. സോ ഇതാണ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഫങ്ഷനെ പറ്റിയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.